സാമൂഹികമായിട്ട് ഉയർന്നു വരുമ്പോഴാണ് ഋഗ്വേദ, യജുർവേദ, സാമവേദം വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഏറ്റവും പഴയ വേദം ഏതാണ്? ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവവേദം. ശരിക്കും തിരിച്ചാ വേണ്ടത്. എനിക്ക് ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ളതിനെ എനിക്ക് കാക്ഷിക്കുകയാണെങ്കിൽ അതിനെ വശീകരിക്കാൻ പറ്റുമോ നോക്കുക. ഇത്തരം കർമ്മങ്ങളൊക്കെ ആയിരുന്നു അഥർവവേദത്തിന്റെ ഡിപ്പാർട്ട്മെന്റ്. കേരളത്തിന് വെളിയിൽ ഇപ്പൊ ഹൈദരാബാദിൽ ഞാൻ ഒരാളെ പൂജക്ക് വിളിച്ചാല് ചെയ്യേണ്ടത് ഞാൻ തന്നെയാണ്. ഇവിടെ അങ്ങനെയല്ല. പൂജാരി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക ചെയ്യുന്നു. ഇതാദ്യമായിട്ട് അറിയാട്ടോ. നമ്മളെ ഈ ഹിസ്റ്ററിയിലൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഹിസ്റ്ററിയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ 4 വേദങ്ങളെ കുറിച്ചൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും അല്ലെങ്കിൽ പഠിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിനകത്ത് ഇപ്പം നമ്മളിപ്പോൾ ഏൻഷ്യൻ ഇന്ത്യ പഠിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആര്യാസ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ വേദാസ് പഠിക്കുമ്പോൾ ഋഗ്, യജുർ, സാമ, അഥർവ എന്ന് പറഞ്ഞ് പഠിക്കും. പക്ഷെ അഥർവത്തിനെ മാത്രം ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള വേദമാണ് അഥർവവേദം എന്ന് പറയും. പക്ഷെ അല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് അല്ലാണ്ട് വേറൊരു പേഴ്സ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ അഥർവവേദം അതൊരു വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാണില്ല. അത് മാത്രമല്ല, അത് നമുക്ക് വേണ്ട എന്ന് വെക്കേണ്ട വേദം. ഇറ്റ്സ് എ വേദ ഓഫ് മാജിക്, അല്ലെങ്കിൽ ചാൻസ് ആണ്, ദുർമന്ത്രവാദം പറയുന്നത്. അതുകൊണ്ട് നമുക്കത് വേണ്ട എന്ന്. ഈവൻ നമുക്കൊരു സിനിമയുണ്ടല്ലേ മമ്മൂക്കയുടെ അഥർവം എന്ന ഫിലിമിനകത്തും ഏകദേശം അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പം അങ്ങനെ ചീത്തപ്പേര് അഥർവവേദത്തിന് വേണ്ടതാണോ? നമുക്കത് മാറ്റട്ടെ. അല്ല, ഈ വേദങ്ങൾ, ഉപനിഷത്തുകൾ വേദങ്ങളുടെ വ്യാഖ്യാനങ്ങളാണല്ലോ. ഇപ്പം അഥർവവേദവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പൂജകൾ, ദുർമന്ത്രവാദങ്ങളൊക്കെ നിലനിൽക്കുന്നു എന്നൊരു സംസാരം ഉണ്ട്. എന്താണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം? ഇതുവരെ ഇതിൽ നമ്മൾ ആദ്യം കണ്ടത് ഋഗ്, യജുർ, സാമം, ഇത് തമ്മിലുള്ള ബന്ധം അതൊരു ഫാമിലിയാണ്. അതുകൊണ്ടാണ് ആ ഫാമിലിക്ക് കുറച്ചും കൂടി സ്ട്രോങ് ആണ്. അത് 3 ഒന്നാണ്. ഓക്കെ. ഋഗ്വേദം എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ടിട്ടുള്ളത് പോയിന്റ് വൈസ് ആണ്. നമ്മൾ കൊട്ടേഷൻസ് ഒക്കെ എഴുതില്ലേ, ശ്ലോകങ്ങളില്ല, പോയിന്റ് വൈസ്. അത് ചെറിയ ചെറിയ ലൈനുകളാണ്. ഓക്കെ. 10 മണ്ഡലാസം അല്ലേ? അത് വളരെ വളരെ ഹ്രസ്വമായിട്ട് എത്രയും ചുരുക്കി പറയാമോ അത്രയും ചുരുക്കി പറഞ്ഞിട്ടുള്ളതാണ് ഋഗ്വേദം. ശം നോദ്യുപതേ ശം ചതുഷ്പതേ, തീർന്നതാണ് ഒരു ലൈന്. അപ്പം ശം നോ ദ്വിപതേ ശം ചതുഷ്പതേ, 2 കാലുള്ള ജീവികള്, 4 കാലുള്ള ജീവികള്, അങ്ങനെ അവർ മാത്രം. എനിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഞാൻ അന്നപ്രാശനം നടത്തുമ്പോൾ ചൊല്ലുന്നൊരു മന്ത്രമാണ് ശം നോ ദ്വിപതേ ശം ചതുഷ്പതേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചൊല്ലുക. 4 കാലുള്ള എല്ലാ ജീവികൾക്കും ഭക്ഷണം കിട്ടുമ്പോൾ, 2 കാലുള്ള എല്ലാ ജീവികൾക്കും ഭക്ഷണം കിട്ടുമ്പോൾ എൻ്റെ മകനും ഭക്ഷണം കിട്ടണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കേണ്ടതെന്നാണ് ടെക്സ്റ്റുവൽ തിയററ്റിക്കൽ ഇൻഫർമേഷനാണ് ഋഗ്വേദം. ഫ്രം ഋഗ്വേദ ഞാൻ ഉള്ളിലേക്ക് കൊടുക്കേണ്ടത്. ഞാൻ ആദ്യമായിട്ട് അച്ഛൻ മകന് കൊടുക്കുമ്പോൾ പറയുന്നത് എല്ലാ 4 കാലികളും എല്ലാ 2 കാലികളും ആവശ്യത്തിന് ഭക്ഷണം കിട്ടുമ്പോൾ എൻ്റെ മകനും ഭക്ഷണം കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൊടുക്കേണ്ടതെന്നാണ്. അല്ലാതെ എൻ്റെ മകന് ബാക്കി എല്ലാവരും പട്ടിണി കിടക്കുമ്പോൾ ഭക്ഷണം കിട്ടണമെന്ന് ഒരു അച്ഛനും പ്രാർത്ഥിച്ചിട്ടില്ല. ഈ ഒരു മെസ്സേജ് പറയാനാണ് ഋഗ്വേദം. അത് യജുർവേദികള് ആക്ടിവിറ്റി ആയിട്ട്, വർക്കായിട്ട് മാറ്റും. ഈ പറഞ്ഞിട്ടുള്ള തിയറിയെ പ്രാക്ടിക്കലായിട്ട് കാണിക്കുന്നതാണ് യജുർവേദം. അപ്പൊ ക്ഷേത്രങ്ങളിലെ പൂജയൊക്കെ എന്താണ്? യജുർവേദാണ്. അത് ഏത് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്? ഋഗ്വേദം. അപ്പൊ ഋഗ്വേദികളാണ് ഇവരുടെ തന്ത്രിമാരെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, സൂപ്പർ മാനേജേഴ്സ്. അവരാണ് ടെക്സ്റ്റ് ഒക്കെ അറിയുന്നവർ, പ്രൊഫസർമാര്. യജുറിൽ വളരെ കുറച്ച് സ്വന്തം. യജുർവേദം എന്ന് പറയുന്നവരൊക്കെ ലാബോറട്ടറി എക്സ്പേർട്സ് ആണ്, പ്രാക്ടിക്കൽ നോളജുള്ള, സ്കില്ലുള്ളവരാണ്. ഇനി ഇത് രണ്ടും പോരാ, ഇതിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് സാമവേദം. അതുകൊണ്ടാണ് സാമവേദ ശാസ്ത്രികൾ. ഋഗ്വേദ ശാസ്ത്രി ഇല്ല, യജുർവേദ ശാസ്ത്രി ഇല്ല, അവർ പാട്ട് പാടുന്നവരല്ല. അപ്പോൾ ഒരു യാഗം നടക്കുമ്പോൾ ആ വില്ലേജിലൊക്കെ നടന്ന് ഇന്നത് നടക്കാൻ പോകുന്നുണ്ട്, നിങ്ങളൊക്കെ അവിടെ പോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മാർക്കറ്റ് ചെയ്യുമല്ലോ. സർവീസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ വിൽപ്പനക്ക് പോകുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനിയിൽ നിന്ന് മാർക്കറ്റിങ്ങിന് പോകുന്നത് പോലെ അത്തരം ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ബേസിക് ഋഗ്വേദമാണ്. ഇതിൽ 3ലും കണ്ടന്റ് 80 to 90% അത് ഋഗ്വേദം സ്റ്റാർട്ടിങ്, സാമവേദം, യജുർവേദം. ഇതൊക്കെ എന്താ പഠിപ്പിക്കുന്നത്? സാത്വികന്മാരാവണമെന്ന്. അൾട്ടിമേറ്റ്ലി ഞാൻ മാത്രം കൺസിഡർ ചെയ്താൽ പോരാ. അതുകൊണ്ടാണ് ഈ ശ്ലോകം ഞാൻ എടുത്തത്. എൻ്റെ മകന് ഭക്ഷണം കിട്ടണമെന്നല്ല, ബാക്കിയുള്ളവർക്ക്. നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മൃഗം എൻ്റെ ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ കഴിച്ചിട്ട് ബാക്കി ഞാൻ കഴിച്ചോളാം എന്ന് വിചാരിക്കുമോ? ഇല്ല. മനുഷ്യനും അങ്ങനെ ഒരു സങ്കല്പത്തിൽ ജീവിച്ച ആളാണ്. അതുകൊണ്ടാണ് ഹിസ്റ്റോറിക്കൽ എന്താണെന്ന് പറയുന്നത്. ഈ 3ലും പെടാത്ത, എനിക്ക് ആവശ്യമുള്ളത് എനിക്ക് കിട്ടുന്നതാണ്. ഏത് പുലിക്കും നെരിക്കും അതിനാവശ്യമുള്ള മൃഗങ്ങളെ കടിച്ചു തിന്നാൻ പറ്റുമെങ്കിൽ അതിനേക്കാളും ഒരു ഉന്നത കുലജാതനായിട്ടുള്ള മനുഷ്യൻ
അവനവൻ ആവശ്യമുള്ള ഇരയെ പിടിക്കുന്നതിൽ എന്താ കുഴപ്പം? അതല്ലേ നമ്മുടെ എബിലിറ്റി. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളത് എൻ്റെ കയ്യിൽ വരുത്താനുള്ള എൻ്റെ കഴിവ്, അത് കൂടോത്രാവാം, എല്ലാ തരത്തിലുള്ള വിദ്യകൾ എനിക്ക് ഉപയോഗിക്കാം. ഇപ്പം എനിക്ക് റിച്ച് ആവാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ അയൽവാസിയെ, എല്ലാം കമ്പാരിസൺ ആണല്ലോ, എൻ്റെ അയൽവാസിയെ പൂറാക്കാൻ പറ്റുമോ നോക്കുക. ഓക്കെ, എനിക്ക് ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ളതിനെ എനിക്ക് കാക്ഷിക്കുകയാണെങ്കിൽ അതിനെ വശീകരിക്കാൻ പറ്റുമോ നോക്കുക. ഇത്തരം കർമ്മങ്ങളൊക്കെ ആയിരുന്നു അഥർവവേദത്തിൻ്റെ ഡിപ്പാർട്ട്മെന്റ്. അപ്പം നമ്മൾ പ്രായോഗികമായിട്ട് ആലോചിച്ചാൽ സാമൂഹികമായിട്ട് ഉയർന്നു വരുമ്പോഴാണ് ഋഗ്വേദ, യജുർവേദ, സാമവേദം വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഏറ്റവും പഴയ വേദം ഏതാണ്? ഈ ഓർഡറിലാണ് പറയാം: ഋഗ്വേദ, യജുർവേദം, സാമവേദം, അഥർവവേദം. ശരിക്കും തിരിച്ചാണ് വേണ്ടത്. അഥർവവേദം, ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്നാണ് പറയേണ്ടത്. ഏറ്റവും പഴയ വേദമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് കുറെ കൂടുതൽ. അതിൽ കുറച്ചും കൂടി സോഷ്യലൈസ് ചെയ്ത് സാത്വിക അവസ്ഥ കുറച്ചും കൂടി വന്ന് ഭഗവാന്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് ഏതാണ് ഉപയോഗിക്കേണ്ടത്? ഇത് രാക്ഷസികവും മറ്റേതൊക്കെ നോൺ രാക്ഷസികവും. ഓക്കെ, സാത്വികമായിട്ടുള്ള വേദം ഏതാന്ന് ചോദിച്ചാൽ ഋഗ്വേദം, യജുർവേദം, സാമവേദം. രാജസികമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഏറ്റവും ക്രൂരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏതാണെന്ന് ചോദിച്ചാൽ അത് അഥർവവേദം. അപ്പൊ എനിക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടരുത്. നേരെ ഇവിടെ എന്താ പറയുന്നത്? എല്ലാവർക്കും കിട്ടിയിട്ട് എനിക്ക് കിട്ടിയാൽ മതി. ഇത് തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് ആണ്. അതുകൊണ്ടാണ് യജുർവേദത്തെ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടും ക്രൂവലായിട്ടും അഥർവവേദത്തെ അങ്ങനെ കാണുന്നത്. യജുർവേദത്തെ നമ്മൾ എങ്ങനെ കാണും? വളരെ സാത്വികമാണ്. അതുകൊണ്ട് നമ്മൾ ഏതാ പോപ്പുലറൈസ് ചെയ്തിട്ടുണ്ടാവുക? യജുർവേദമാണ് പ്രാക്ടിക്കൽ, ഋഗ്വേദമാണ് തിയറി, സാമവേദമാണ് മാർക്കറ്റ്. അങ്ങനെ മാർക്കറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അത് കുറച്ചും കൂടി കൂടുതലുണ്ട്. അപ്പൊ അതിന് കുറെ ഉപനിഷത്തുകൾ കൂടുതലുണ്ട്. അത് ഇത് ചെയ്തിട്ടുള്ളതും ഉണ്ട്. ഞാനിപ്പോ ഹുബ്ലിയില് ഒരു അഥർവവേദത്തിന്റെ യാഗത്തിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഞാൻ പോയിട്ടുണ്ട്. അത് ചെയ്തിട്ടുള്ളത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്ഷേത്രത്തെ സംരക്ഷിക്കണമെങ്കിൽ അത് അപകടത്തിൽപ്പെടും എന്നൊരു ബോധം വന്ന സമയത്ത് അവിടെ ആരെങ്കിലും ഇതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ നശിപ്പിക്കാൻ വരുന്നവർക്ക് തക്കതായ ശിക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് അഥർവവേദത്തിന്റെ ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അല്ല, അത് അങ്ങനെ പ്രായോഗികമാക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അല്ല, ഈ കഴിയും എന്നുള്ളത് നമ്മുടെ ശാപത്തിന് ഗുണമുണ്ടോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ശാപം കിട്ടും പറയാം. അല്ല, ശാപത്തിന്റെ തലം പോലും നമ്മളത് റിസീവ് ചെയ്യാൻ. അതെ, ആരെയാണ് നമുക്ക് വശീകരിക്കാൻ പറ്റുക? ഈശിത്വം ച വശിത്വം ച പ്രാപ്തി പ്രാകാശ്യമേവച എന്നാണ്. ഇപ്പൊ രാമകൃഷ്ണന്റെ അടുത്തെത്തുമ്പോൾ വിവേകാനന്ദൻ കാലിൽ വീണില്ലേ? അതേ വിവേകാനന്ദൻ പലരെയും കാലിൽ വീഴ്ത്തുന്നില്ലേ? അത് വാക്കുകൊണ്ടാവാം, നോട്ടം കൊണ്ടാവാം. എങ്ങനെയാ വലിയൊരു ആനയെ ഒരു കൈ ചൂണ്ടി നിർത്താൻ പറ്റുന്നത്? അല്ല, അതും ഈ മന്ത്രവും തമ്മിൽ ഇതൊക്കെ നമ്മുടെ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഗണപതി ഹോമം അമ്പലത്തിൽ പോയി നടത്താറുണ്ട്, അർച്ചന നടത്താറുണ്ട്. ഇതൊക്കെ ഗണപതി ഹോമത്തിന്റെ പൂർണ്ണമായ ഫലം കിട്ടണമെങ്കിൽ നമ്മൾ ഗണപതി ഹോമം നടത്തണം, സെൽഫായി നടത്തണം എന്ന് പറയുന്ന ഒരു. അല്ല, ഈ കേരളത്തിലുള്ളവർക്ക് ഈ സംശയം വരാൻ കാരണം കേരളത്തിൽ പതിവല്ലാത്തതുകൊണ്ടാണ്. കേരളത്തിന് വെളിയിൽ ഇപ്പൊ ഹൈദരാബാദില് ഞാൻ ഒരാളെ പൂജക്ക് വിളിച്ചാല് ചെയ്യേണ്ടത് ഞാൻ തന്നെയാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പൂജാരി ചെയ്ത് നമ്മുടെ വീടിയൊക്കെ വിളിച്ച് അവിടെയൊക്കെ നടന്ന് അവസാനം കാശ് കൊടുക്കാനാകുമ്പോൾ വന്ന് കാശ് കൊടുത്താൽ മതി. പൂജാരി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക ചെയ്യുന്നു. ഇതാദ്യമായിട്ട് അറിയാട്ടോ. നമ്മൾ രണ്ടാളും ഇരിക്കണം. ഒരു വീട്ടിലാണുണ്ടെങ്കിൽ ഹസ്ബൻഡും വൈഫും ഇരുന്നിട്ട് നമ്മൾ പൂജ ചെയ്യണം. അത് വേണ്ടത് അദ്ദേഹം പറഞ്ഞു തരിക ചെയ്യുന്നു. സിനിമകളിലൊക്കെ അല്ലല്ല, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. അല്ല, ഞാനൊരു കാര്യം ചോദിക്കും. ലക്ഷ്മി നാരായണ അല്ല, ഇപ്പൊ ഒരു പൂജ USA ഡോക്ടർ ടിപ്പിയസ് ഞാൻ യജമാനായിട്ട് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാണ്. അല്ല ടിപ്പിയസ്, നമ്മളത് ഒരു ഇച്ചിരി ക്യൂരിയസ് ആയ ഒരു ഇപ്പം നമ്മൾ പൂജ കർമ്മങ്ങൾ മനസ്സിലായി അവനവൻ ചെയ്യുമ്പോഴേ ഗുണമുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ മറ്റൊരാൾക്കോ സമൂഹത്തിനോ വേണ്ടി ഒരാൾ ചെയ്തു ഫലം എത്തിക്കുന്നു എന്ന് പറയുന്നത് ഒരു പറ്റിക്കലായിട്ട് നമുക്ക് അത് പറ്റിക്കല്ല. എന്താ കേരളത്തിൽ സ്പെഷ്യലായിട്ട് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ പണ്ട് കാലത്തെ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്തോ കാരണം. അത് കഴിഞ്ഞപ്പോഴാണ് കേരളത്തിലേക്ക് നമ്മൾ ഇത്രയും വെറൈറ്റി ഓഫ് പൂജാരികളെ കാണുന്ന വേറെ രാജ്യം ഉണ്ടാവില്ല. ഇവിടെ അത് നഷ്ടപ്പെട്ടു പോയ സമയത്ത് അത് റീബിൽഡ് ചെയ്യാൻ കുറെ കാരണമുണ്ട്. അത് നഷ്ടപ്പെടാനും കാരണമുണ്ട്. ശങ്കരാചാര്യർ ചെയ്തിട്ടുള്ള ഗുണങ്ങളിൽ ഒന്നെന്താ വെച്ചാൽ ജ്യോതിഷം. ഭാരതത്തിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ജ്യോതിഷികളുള്ളത് കേരളത്തിലായിരിക്കും. ഏറ്റവും കൂടുതൽ വാസ്തു എക്സ്പെർട്ട് ഉള്ളത് കേരളത്തിലാണ്. ഓക്കെ, അപ്പോൾ പൂജാരിമാർ ചെയ്യുന്ന ബ്രാഹ്മണന്മാരെ 2-3 തരത്തിലേക്ക് മാറ്റി അവരെ കാറ്റഗറൈസ് ചെയ്ത് ഇന്ന കുടുംബം ജ്യോതിഷികളാവണം. ശങ്കരാചാര്യൻ നന്മ കൊണ്ടാണ് ചെയ്തത്. ഈ 3 ബ്രാഞ്ചും വളർന്നോട്ടെ വെച്ചിട്ടാണ്.
കുറച്ച് പേരെ വാസ്തു എക്സ്പെർട്ടാക്കി, കുറച്ച് പേരെ ടെമ്പിൾ പൂജാരികളാക്കി. എന്ത് പറ്റിയെന്ന് വിചാരിച്ചാൽ ഈ ജ്യോതിഷികൾക്കും വാസ്തു എക്സ്പേർട്ടിനും ധനം കിട്ടുകയും പൂജാരിമാർക്ക് വരുമാനമില്ലാത്ത അവസ്ഥ വന്നു. അപ്പോൾ പലരും അടുത്ത ജനറേഷൻ ഇതിലേക്ക് ചാടി, ആവശ്യത്തിന് പൂജാരികളെ കിട്ടാണ്ടായി. അതുപോലെ ഇവിടെ പിന്നെ ജെയിൻ ബുദ്ധ ആൾക്കാർ വന്നിട്ട് ടെമ്പിൾസ് ഒക്കെ അവരുടെ കയ്യിൽ ഏറ്റെടുത്തു. ആ കാലഘട്ടത്തിലാണ് ഈ മാറ്റം വരുത്തുന്നത്. അപ്പോൾ അവിടെ പൂജാരികളുടെ ഈ പൂജ അല്ലല്ലോ ചെയ്യേണ്ടത്. ഈ പ്രശ്നങ്ങളൊക്കെ പല വലിയ ക്ഷേത്രങ്ങളടക്കം, ഇരിങ്ങാലക്കുട ക്ഷേത്രത്വം ഹിന്ദുക്കളായിരുന്നില്ല, അതൊക്കെ ജൈനക്ഷേത്രങ്ങളും ബുദ്ധക്ഷേത്രങ്ങളുമായിട്ട് മാറിയിട്ടുള്ള കുറേ നമുക്ക് കാണാൻ പറ്റും. ആ സമയത്ത് ഇവിടെ പൂജാരികൾ പൂജ ചെയ്യാൻ അറിയാത്തതുകൊണ്ട് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ ആൾക്കാരെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നു. അവരുടെയൊക്കെ പൂജാവിധികളിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അനുഷ്ഠാനം ഒന്നാണെങ്കിലും ആചരിച്ചു വരുന്നതിനെയാണ് ആചാരം എന്ന് പറയാം. ആചാരങ്ങളിൽ കുറച്ച് വ്യത്യാസം വന്നു, SOP വ്യത്യാസം. അത് വന്ന സമയത്ത് എന്ത് ചെയ്തു, നമ്മളിവിടെ അതിനെയൊക്കെ മാറ്റി എഴുതിയിട്ട് പുതിയ തരത്തിലാക്കി. എന്നിട്ട് അവരെ പഠിപ്പിച്ചു, വീടുകളിലൊന്നും നടക്കാണ്ടായി. അപ്പോൾ ഇവരെ അത് പഠിപ്പിച്ചിട്ട് പുതിയതായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരിത് കൃത്യമായിട്ട് അതിനെ കമേഴ്ഷ്യലൈസ് ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് നമ്പൂരിയുണ്ട്, ഭട്ടതിരിപ്പാടുണ്ട്, സാധാരണ നമ്പൂരിമാരുണ്ട്, തമിഴ് ബ്രാഹ്മിൺസ് ഉണ്ട്. ഇവരൊക്കെ പൂജാരികളാണ്. കർണാടക ബ്രാഹ്മിൺസ് എത്രയോ സ്ഥലത്ത് എൻ്റെ ക്ഷേത്രത്തിലടക്കം, നാട്ടില് കർണാടകയിൽ നിന്ന് വന്ന ഒരാളാണ്, ഭട്ട് അടക്കം പൂജ ചെയ്യും. അമ്പലത്തിലെ ഉപകരണങ്ങൾ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് തന്നെ വേറെയാണ്. ഇതൊക്കെ വ്യത്യസ്തമായി. അപ്പൊ ഇതിനെയൊക്കെ ഏകീകരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഒരേ രൂപത്തിൽ എഴുതിയിട്ട് വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ട് ചെയ്തു. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇപ്പം എല്ലാ വേദമന്ത്രങ്ങളും ചെല്ലുന്നത് കേരളത്തിന് പുറത്തു പോയാലും കേരളത്തിലും ഡിഫറൻ്റ് ആണ്. നമ്മളിവിടെ കാണാം ആ ആ ആ ആ ആ ആ അത് വേറെ എവിടെയില്ല. ഇതെന്തിനാ അറിയോ, ഈ പൂജക്കുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ച് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് പറയും. ഇപ്പം ഈ വിളക്ക് തെളിയിക്കുക എന്ന് പറയുമ്പോൾ തെളിയിക്കുക ആ ആ ആ ആ ആ, തെളിയിച്ച് തീരുന്ന ഒരു ആ ആ ആ, തെളിഞ്ഞു കഴിയുന്ന സമയത്താണ് പിന്നെ അരി എടുക്കുക ആ ആ ആ, അങ്ങനെ ഓരോ സ്റ്റെപ്പിനും നീട്ടി പറയുന്ന ആ രൂപം കേരളത്തിൽ മാത്രമാണ്. ഇങ്ങനെ പഠിപ്പിച്ച് ചെയ്യുന്നത് കൊണ്ട്, വ്യത്യസ്തമായി നിന്നുകൊണ്ട് ആരും തൊടരുത്, ആരും അടുത്ത് നിൽക്കരുത്. അവിടെ അങ്ങനല്ല. ഏത് ക്ഷേത്രത്തിൽ പോയാലും അവിടുത്തെ ഇതെടുത്തിട്ട് നമ്മുടെ തലയിൽ വെക്കും, നമുക്ക് തൊടാം. ഇവിടെ എറിഞ്ഞിട്ടൊക്കെ അല്ലേ കൊടുക്കുള്ളൂ. അല്ല, പക്ഷെ അതിനെ ഒരു വളരെ നെഗറ്റീവായിട്ട് ഒരു ചർച്ച ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ. ഇപ്പോഴും ഉണ്ടോന്ന് അറിയില്ല. നെഗറ്റീവും പോസിറ്റീവും ആക്കാം. അതെ, വേറെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മൾ അതിനകത്ത് കയറി ആ മൂർത്തിയെ തൊടുന്നു. ഇവിടെ അങ്ങനെ ഇല്ല. അത് മാത്രല്ല, ഇപ്പൊ നമ്മൾ കാശിയിലോ അല്ലെങ്കിൽ അത്തരം ക്ഷേത്രങ്ങളിലൊക്കെ പോയി എന്ന് വിചാരിക്കും. പോയി കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ 500 ഉറുപ്പിക ഇട്ടാൽ അവൻ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ചൊല്ലും. 1000 ഉറുപ്പിക ഇട്ട് കഴിഞ്ഞാൽ അതിലും കൂടുതൽ ചൊല്ലും. അവിടെ 7 സ്വാമിമാരുണ്ടെങ്കിൽ 7 പൂജാരിമാർ കൂടെ ഇരുന്നിട്ട് ചൊല്ലും. അവർ കാശെടുക്ക് എന്ന് പറഞ്ഞുകൊണ്ടാ. ഇവിടെ അങ്ങനെ ചെയ്യില്ലല്ലോ. എല്ലാ മതങ്ങളും അങ്ങനെ തന്നെയാണ്. കാശ് കൂടുതലുണ്ടെങ്കിൽ പോപ്പു നമ്മുടെ വീട്ടിലേക്ക് ചടങ്ങിന് വരും. പിന്നെ മറ്റേ വലിയ അല്ലെ, അങ്ങനെ പിന്നെ ഭിത്തികളൊക്കെ അഴിച്ചു കൊണ്ടുപോയിട്ട് സ്വർണ്ണമാക്കുകയും അത് തൊടാൻ വേണ്ടിട്ട് കാശ് മേടിക്കുകയും അത് അല്ലെ കട്ടളപ്പാളി ഇളക്കിക്കൊണ്ട് പോവാന്നൊക്കെ പറയുന്നതിന്റെ അത്രയും ഭീകരം. എന്തായാലും അപ്പൊ ഫലത്തിൽ ഋഗ്വേദവും അഥർവവേദവുമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റും. ഋഗ്വേദവും അഥർവവേദവും, അഥർവവേദം ആദ്യവും ഋഗ് യജുർ സാമം പിന്നെയും വന്നിട്ടുള്ളവരാണ് സാധ്യത. കണ്ടൻസിനെ കുറിച്ച് കൂടി ഒന്ന് സംസാരിച്ചാൽ. കണ്ടൻസ് എന്ന് പറയുന്നത് മനുഷ്യന് അവനവൻ ആവശ്യമായത് നേടാനുള്ള മാർഗങ്ങൾ ഞാൻ എന്തു ചെയ്തിട്ടും നേടണമെന്നുള്ളതാണ്. ഈ ജോണ്ടിസിന്റെ ഒക്കെ ക്യൂർ അല്ല, അതിൽ പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് മാറ്റണം. അവനവനിലേക്കുള്ള ഫോക്കസ് ആണ് ഇതെല്ലാം. എനിക്ക് എന്റെ അസുഖം മാറ്റണം. ഓക്കെ, അതിന് മാറ്റണമെങ്കിൽ ഏതെങ്കിലും മൃഗത്തിന്റെ പിന്നെ കണ്ടന്റ് എടുക്കണമെങ്കിൽ അത് കണ്ടന്റ് ഞാൻ എടുക്കും. അതിൽ ആയുർവേദം ഉണ്ട്, അതിൽ മസാജിങ് ഉണ്ടാവും, അതിൽ എൻ്റെ സുഖം എന്ന് പറയുന്നത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ. അത് ഏത് തരത്തിലാണെന്നൊന്നും ചോദിക്കരുത്. മാനസികമാവും, സാമൂഹികമാവും, ഫിസിക്കലാവും, ഈ എല്ലാ സുഖങ്ങൾക്കും വേണ്ടിയിട്ടുള്ള എന്തും അതിനകത്ത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ മമ്മൂട്ടിയുടെ സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന ചില രംഗങ്ങളൊക്കെ നമുക്ക് ഈ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നുന്നത്. ഓക്കെ, അവിടെ തിരികൊളുത്താൻ വരുന്ന സ്ത്രീയുടെ അവർ തമ്മിലുള്ള ബന്ധം ഒക്കെ അതിന്റെ ഭാഗമാണ്. നമ്മൾ ഈ കേരളത്തിൽ ഒരു മന്ത്രവാദത്തിന്റെ ഒരു കുടുംബം ഉണ്ടെന്ന് ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുള്ളതാണ്. അതിലൊരാൾ, ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ സംസാരിക്കുന്ന കേട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ താളിവളകൾ പലതും തട്ടും പുറത്താണ്, അടച്ചു വെച്ചേക്കാണ്, അത് നമ്മൾ പ്രയോഗിക്കാറില്ല, അത് അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങളുണ്ടാവും, അല്ലാത്ത ആൾക്കാരുടെ കയ്യിൽ, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ട്. അല്ല, ഇതിൽ കുറേ തരത്തിൽ ഇപ്പൊ കാളകാട്ട് തന്ത്രി എന്ന് പറഞ്ഞിട്ട് തന്ത്രി ഉണ്ട്. ഇപ്പൊ എൻ്റെ ഭാഗത്തുള്ളതാണ്. അദ്ദേഹത്തിന് ഓടുന്ന ചിലപ്പോൾ ബോട്ടിനൊക്കെ നിർത്താൻ പറ്റും.
അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത് പറഞ്ഞു കേട്ടിട്ടുള്ള കഥയാണ്. യാത്ര ചെയ്യുന്ന സമയത്ത് മുകളിൽ എന്തോ വെള്ളം വീഴുണ്ടായിരുന്നു മീനിന്റെ. പറഞ്ഞു എനിക്ക് ഇറങ്ങാറായി, ഇത് വീഴുണ്ട്, മാറ്റി നിർത്താമെന്ന് പറഞ്ഞു. ഇറങ്ങിക്കൊള്ളാം, ഞാൻ ഇറങ്ങി. പിന്നെ ബോട്ട് നീങ്ങുന്നില്ല. അങ്ങനെ ദീർഘദൃഷ്ടിയോടുകൂടി കാണാൻ പറ്റുന്ന ആൾക്കാർ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കഴിവുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. സിദ്ധികൾ എന്ന് പറയാം. സിദ്ധികൾ എന്ന് പറയുന്നത് അവര് നന്മയ്ക്ക് ഉപയോഗിക്കാൻ പറ്റും, തിന്മയ്ക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ രണ്ട് തരത്തിലുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബേസിക്കലി മന്ത്രവാദം എന്ന് പറഞ്ഞ് കേരളത്തിലൊക്കെ യൂസ് ചെയ്യുന്നത് അഥർവവേദത്തിൽ നിന്നാണോ? ഈ മന്ത്രവാദം മിക്കവാറും ബാക്കിയുള്ളവരുടെ ഗുണങ്ങൾക്കോ അല്ലെങ്കിൽ എന്റെ ഗുണത്തിനോ ബാക്കിയുള്ളവരെ നശിപ്പിക്കാനോ ഒക്കെ ഉള്ളതൊക്കെ ഈ ബ്ലാക്ക് മാജിക്കിന് ഇക്വലന്റ് ആയിട്ട് ഇതൊക്കെ മിക്കവാറും അഥർവവേദത്തിന്റെ ഭാഗങ്ങളാണ്. അത് നേച്ചറിന് സംബന്ധമായിട്ട് ഭഗവാനായിട്ട് കിട്ടുകയും നേച്ചറിൽ എങ്ങനെ ജീവിക്കണം, നേച്ചറിൽ എങ്ങനെയാണ് ബാക്കി മൃഗങ്ങൾ ജീവിക്കുന്നത്, ആ സ്വഭാവത്തിൽ ഞാൻ ജീവിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള ധാരണയിൽ നമ്മൾ ആലോചിച്ചാൽ അതൊക്കെ ചിലപ്പോൾ അഥർവവേദത്തിന്റെ ഭാഗമായിട്ട് കാണാൻ പറ്റും. ഹൈലി റിഫൈൻഡ് ആയിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള സാത്വികമായിട്ടുള്ള വേദം എന്ന് പറയുന്നതാണ് ബാക്കിയുള്ളത്. ഈ രണ്ടാണ് വ്യത്യസ്തമായ തരംതിരിവ്. ഓക്കെ, താങ്ക് യു ടി പി. താങ്ക് യു ടി പി എസ്.